മക്കളെന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ല, രാജ്യത്തിന്റെ സ്വത്താണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്, ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് സ്വന്തപ്പെടാൻ അച്ഛനും അമ്മയും ഉണ്ടാവും, അവരുടെ കുടുംബം ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, അധ്യാപകരുണ്ടാവും, ഒരു സമൂഹം തന്നെ ഉണ്ടാവും. ഇപ്പൊ എന്റെ അവകാശം സ്ഥാപിക്കാൻ കൊല്ലംകാരുണ്ടാവും, തിരുവനന്തപുരംകാരുണ്ടാവും, ആലപ്പുഴക്കാരുണ്ടാവും, മലയാളികളുണ്ടാവും. പക്ഷേ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രാജ്യത്തിന്റെ എല്ലാ അംശങ്ങളിലേക്കും ശുദ്ധമായ ശക്തമായ സംഭാവന നൽകി രാജ്യത്തെ ബലപ്പെടുത്താനാണ്. രാജ്യമെന്ന് പറയുന്ന കുടുംബത്തേക്കാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. അതിൽ ഒരു കുഞ്ഞു പോലും നമുക്ക് പാഴായി പോകാൻ പാടുള്ളതല്ല, പൊലിഞ്ഞു പോകാനും പാടില്ല. എല്ലാം പൂർണ്ണതയിലേക്ക് എത്തിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിച്ചു പോകുന്ന നല്ല മാനസികാരോഗ്യവും നല്ല പ്രവർത്തനശുദ്ധിയുമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനമന്ത്രിയായാലും ഒരു രാഷ്ട്രപതിയായാലും മുഖ്യമന്ത്രിമാരായാലും അതുപോലെ തന്നെ ഗവർണർമാരായാലും കളക്ടർമാരങ്ങനെയുള്ളവരെല്ലാം ഓരോ സമൂഹത്തിന്റെയും ഓരോ സ്ലൈസിനെയും എടുത്ത് ഒരു കൺട്രോളബിൾ ക്വാണ്ടം എന്ന് പറയാവുന്ന ആ ഒരു നമ്പറിലെത്തിച്ച് അവരുടെ എല്ലാം പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ആവാൻ സാധിക്കണം. നമുക്കതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്, അങ്ങയുടെ അഭിപ്രായത്തില്? അല്ല, സംവിധാനം ഇതാണ്. ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമല്ല, സമൂഹത്തിന് തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഇതിന്റെ ഒരു നല്ല സർവൈലൻസ് അവർക്ക് നടത്തുവാൻ സാധിക്കും. റെസിഡൻസ് അസോസിയേഷൻ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ബൂത്ത് തലത്തില് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ ഇൻചാർജുമാരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ഒരു 50 വീട് ഒന്ന് കാത്തു സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഒരു അഹിതവും അല്ലെങ്കിൽ ഹിതമല്ലാത്തതൊന്നും കടന്നു വരില്ല. ആ ഉൽപ്പന്നങ്ങളെല്ലാം പടിവാതിക്കലല്ല, നമ്മുടെ ഒരു പ്രദേശത്തെത്തുന്നതിന് മുമ്പ് കത്തിച്ചു കളയുമെന്ന് പറയുന്ന ഒരു കണ്ടിൻജന്റ് ഉണ്ടാവണം. വലിയ അത്രയ്ക്ക് അപകടപ്പെട്ട ഒരു അപകട സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നുപോയി.